ആർക്കും ഞങ്ങക്ക് തന്തയില്ല, തന്തയില്ലാത്തവനാണ് കൗലത്ത. അതല്ല ആരി കൗലത്തോർത്തു. ഞാൻ എന്റെ ബൈക്കൂടെ വരുന്നു, ആളെ ബൈക്കൂടെ വരുന്നു. ഇത് ഊമ്പിച്ചാന്ന് കേട്ടാ. ഇങ്ങോട്ട് ഞാൻ മിനാന്ന് എന്നെ പറഞ്ഞല്ലേ വരില്ല എന്റെ ബാക്കിലെ DNA ടെസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ DNA ടെസ്റ്റ് ആക്കിയാ DNA ടെസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ബാക്കിയാ നിങ്ങ എന്റതല്ല, എന്റെ തന്തയല്ല, ഞാൻ കൊന്നേ എന്റെ തന്തേ ഓൾറെഡി. ഞാൻ കൊന്നല്ലേ എന്റെ തന്തേ, സ്വന്തം തന്തേ കൊന്നയാ. പിന്നെ ആർക്കും ഞങ്ങക്ക് തന്തയില്ല, തന്തയില്ലാത്തവനാണ്. സ്വന്തം തന്തേ ഹോസ്പിറ്റലിന് പേരിട്ടത് ആരാ? എനിക്ക് ഹോസ്പിറ്റൽ പോവാ. പേടി പേടി മുഞ്ചെന്നറിയൂ പേടി. ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കജ്ജിലുണ്ട്. അല്ല നിങ്ങളെ പേരെന്ത്? നീല ആ ഫോൺ നമ്പർ പറ്റിയാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇട്ടു. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല ഇപ്പൊ ഫേക്ക് ഉണ്ടാക്കുക, അതറിയോ? എന്റെ പേരെടുത്ത ഡോക്ടറുടെ പേര് ജാംജിങ്, അവിടെ മെഡിക്കൽ ഓഫീസറുടെ പേര് ആട് തോമ. ആരോടാ ജി പറയണ്? ബ്രെഡിന്റെ കൂടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടില്ലേ? ജാമൊക്കെ പേരെടുത്തു തുടങ്ങി. അപ്പളേ അറിഞ്ഞില്ല ഇയാൾ ഉടായിപ്പ് കള്ളൻ. എടാ മുച്ചിരി, നിന്നെ തപ്പി വരുന്ന പെണ്ണ് ഇറങ്ങിപ്പോയി കേട്ടോ. ഇറങ്ങിയാ? ഇറങ്ങി. എന്താ നിക്കാൻ പറയാത്ത? എന്താ ഇനി വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. നിനക്ക് എത്ര ഫാൻസ് ഉണ്ടായിരുന്നില്ലേ ഗേൾസ്? പിന്നെ പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ട് മുണ്ടല്ലോ, ഇങ്ങോട്ട് മാത്രമേ. അതാ ഞാൻ മുച്ചിരി ഉണ്ടോ സംസാരിക്കണം കൊറേ ആയിരുന്നു. ഇല്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് മുണ്ടലില്ല. ശരിയാണോ? ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണല്ലോ. നീ നമ്പർ കൊടു തരും. ഇതെല്ലാം ആക്കിട്ടാ വന്നിന്. ഞങ്ങക്ക് വന്ന് വെയിറ്റ് ആക്ക്. ഞാൻ ഏലോ വന്നല്ല, ഞങ്ങക്ക് കാണുന്നില്ല. വൈഫിന്റെ പേരെന്താ? കൗലത്ത. അതല്ല ആരി പുള്ളി എവിടെ? കൗലത്തോർത്തു. എടാ കൗലത്ത് എടുത്തോ? അമ്മേനോടാ പേര് അടിച്ചു നിന്റെ. കൺഫേം ആയിട്ടില്ലല്ലോ. നിർത്ത് കൺഫേം ആയിട്ടില്ലല്ലോ. ഏത് വർഷം നിക്ക് ഞങ്ങക്ക് ഇത് ഇതയച്ചാ. കിട്ടി അടക്കമ്മാലെ മാണ്ടാത്തോരോ ഭർത്താനം പഠിച്ചു. ഒക്ടോബർ അല്ലേ? ഇതൊന്നല്ല എന്റെ ഇയർ സെയിം ആണ്. ഓക്കെ അത് ഞാൻ 17 പറയുന്ന കേട്ടിട്ട് അങ്ങനെ എടുത്തോണ്ട് വന്നിന്. ഫെബ്രുവരി 2 എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 2. പിന്നെ ഇതെന്തോ ഒക്ടോബർ 22. നിന്നെ പറ്റിച്ചതാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്കറിയില്ല. ഇങ്ങനെ എന്റെ ബേക്കില് വന്നെങ്കിലോ നോക്കണല്ലോ. ഇത് എന്റെ തന്തല്ല. കഴുത്ത് കണ്ടിച്ച് കോഴിയെ കഴുത്ത് കണ്ടിക്കുന്ന പോലെ. അഡ്മിൻ സപ്പോർട്ടാ ഇതൊക്കെ? ദൈവം സപ്പോർട്ടാ ഇതൊക്കെ. കണ്ടുന്നില്ല. ഇതേതായി പെണ്ണ്? ശരിയാണല്ലോ. മറ്റേ എന്റെ ഗേൾ ഫ്രണ്ടാ അന്നത്തെ. സെക്കൻഡ് നെയിം എന്താണ്? സെക്കൻഡ് നെയിം സുഹ. എടാ ഫസ്റ്റ് നെയിം
ഫസ്റ്റ് നെയിം സുഹർ. മെഹർ മെഹർ ആ മെഹർ. ആ സുഹ. മെഹർ. അത് സെക്കൻഡ് നെയിം. ആ സെക്കൻഡ് നെയിം വിളിക്കൂലല്ലോ. വിളിക്കേണ്ട സെക്കൻഡ് നെയിം. ആരെ ഫസ്റ്റ് നെയിം വിളിക്കുന്നേ? അങ്ങനെയാണോ? മംഗലശ്ശേരി കുറുപ്പിനെ മംഗലശ്ശേരി ആരെങ്കിലും വിളിക്കോ? ഇല്ല, അത് അത് ശരിയാ. ഫസ്റ്റ് നെയിം അല്ലേ? ആ അത് സെക്കൻഡ് നെയിം അല്ലേ മംഗലശ്ശേരി? എങ്ങനെയാ അത് ഫസ്റ്റ് നെയിം അല്ലേ? എടാ അതിപ്പം എന്തൊക്കെയാ പറയുന്നേ നീ മൂഞ്ചി. ശരിയല്ലേ? ശരിയെ അത് ആ. സത്യം. മൂഞ്ചി. അപ്പൊ അവളെ പേരെന്ത്? മേയർ. സുഹ. അപ്പൊ ഞാൻ കേറട്ടെ. അപ്പൊ ഇവനെ പാൽക്കുപ്പിന്ന് വിളിക്കണോ? ആര്? എന്റെ അവസാനത്തെ ശരിയാണല്ലോ. പാൽക്കുപ്പി അല്ലേ? അല്ല എന്റെ അത് മുച്ചിരി ശരിയാണ്. പ്ലേസ് എന്നാ പേര്. നിന്റെ അപ്പൊ പുറകിൽ അവനെ വെച്ചത് വിളിക്കണം. പാൽക്കുപ്പിയാ? പാൽക്കുപ്പ അതിന്റെ ഒരു ടാഗാ. അതിന്റെ ഒരു ടാഗാ. മനസ്സിലായാ? ടാഗാ? ആ. ഓ. അതിന്റെ ഒരു ടാഗാ. അല്ല നിക്ക്. ഞാന് മുച്ചിരി പ്ലേസ് എന്നാണ്. ഏയ് അപ്പൊ നിക്ക്. അപ്പൊ മുച്ചിരി പ്ലേസ് ഞങ്ങക്ക് അറിയും. ഞങ്ങക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ ഞങ്ങക്ക് പണി. അന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞില്ല കുതിര. കുതിരല്ല ഒട്ടകോ. ഞാൻ പറയുന്നേക്ക് 2008 ഫെബ്രുവരി 2 എന്റെ ബർത്ത്ഡേ. പിന്നെ ഇതെന്ത് നിങ്ങ ഇതിട്ടിനെ? ഇത് ഫേക്കാ. നിങ്ങ എന്തോ തുടിച്ചു വന്നിരിക്ക. എന്തോ പ്ലാൻ ആക്കിട്ട് വന്നിനി. മനസ്സിലായാ? ഇത് നല്ല തുടുത്താടായിരിക്കുന്ന കാരണം നിന്റെ തന്തയാ നല്ല തുടുത്ത് നല്ല വെളുത്തിരിക്കുക. തുടുത്തിരിക്കുന്ന തന്റെ ആസ്പത്രിന്ന് ഡോക്ടർമാരെ എന്തോ ഉദ്ദേശിച്ച് വന്നിനെ ഇയാള്. നിങ്ങ മുണ്ടാണ്ടിക്ക്. ഇജ്ജ് പറയുന്ന ഡേറ്റോ അതോ ഡോക്ടർമാര് പറയുന്ന ഡേറ്റോ അന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? എന്ത്? നന്റെ ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ട്. നാളെ ഞാൻ പൊരിക്ക് പോയിട്ട് എടുത്തോണ്ട് വരാം. ഇന്ന് വരില്ല, ആരും ഇല്ല, എല്ലാരും പോയിനി. ഞാൻ നാളെ എടുത്തോണ്ട് വരാം. അവിടെ ഉമ്മ മാത്രം ഏ പൊട്ട അങ്കർ വേറൊരു പൊരയുണ്ട്. ഏത് വരാ? വേറൊരു പൊരയുണ്ടക്ക്. ഞാന് അതിന്റെ ഉള്ളിൽ അണ്ണം വന്നിട്ടില്ല. അണ്ണം പറഞ്ഞു ചാവിയും കൊണ്ടേക്ക് പോയിക്ക. ഞാന് ഇതെടുത്തിട്ട് വരാം സർട്ടിഫിക്കറ്റ്. നാളെ എടുത്തോണ്ട് വരാം. ആ നാളെ എടുത്തോണ്ട് വരാം. അവിടെ റൂമിലുണ്ട് മീത്തെ. 10-17 കൊല്ലം അന്നെ നോക്കി വലുതാക്കിയ ഒരു ഉമ്മ ഉണ്ട് അവിടെ. 15 കൊല്ലയാ? അനക്കറിയാത്ത ഉമ്മയാ. ഞാൻ ലൈഫിൽ ഒരു പെണ്ണിനോട് മര്യാദക്ക് കൊണ്ടിട്ടുണ്ടാവൂല ഇവിടെ. പിന്നെ ഏത് ഉമ്മയാ അനക്കുള്ളത്? പറയിപ്പിച്ചണ്ട. 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോ കണ്ട പെണ്ണുങ്ങളൊക്കെ പറഞ്ഞാത്തറിയോ? 4-5 പെണ്ണുങ്ങളൊപ്പം ഒരു കാറിൽ കയറി പോയിക്കണെന്ന് പറഞ്ഞു. ഞാനാ അങ്ങനെയൊക്കെ വന്ന്? അത് മതി, അതല്ലടാ മുച്ചിരി നമ്മളും പറഞ്ഞേ. അത് മതി. അങ്ങനെ വന്നാ മതി. നടന്നിട്ടില്ലേ കുഴപ്പില്ല. അങ്ങനെ വന്നാ മതി. അങ്ങനെ വന്നാ മതി, കുഴപ്പില്ല. അങ്ങനെ തോന്നാ അയിഞ്ഞാടി നടക്കാ. ആ ഞാൻ പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ എനിക്ക് കൊറേ. പിന്നെന്ത് നിങ്ങൾക്ക് അംഗീകാരം ഇല്ല മുണ്ടാനി, അധികാരമില്ല. പെണ്ണുങ്ങളൊപ്പം നടക്കണേനൊന്നും നിങ്ങ നാളെ വാ. ഞാൻ നാളെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തോണ്ട് വരാം. വണ്ടി ബലിയാക്കിക്കാണ്ട് എന്റെ മുമ്പൊക്കെ വന്ന തച്ചാൻ കൊല്ലുവനെ. ഏയ് ഞങ്ങക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എന്റെ ആധാർ കാർഡിൽ നോ പേരൻസ് എന്നാണല്ലേ. നോ പേരൻസോ? ഉമ്മീ ബാപ്പില്ലാതെ ഏത് അതെന്തോ പൊട്ടനാണോടാ? കുറുപ്പിനെ ഒരു പെണ്ണ് തിരക്കുന്നു. കൊന്ന് വിട്ടേരാ. ഉമ്മയും ബാപ്പില്ലാതെ ഏതെങ്കിലും കുട്ടികൾ? അത് ശരിയാണല്ലോ. ഉമ്മയും ബാപ്പില്ലാതെ പൊട്ട ഞാൻ പറയുന്ന കേക്കുന്നില്ലേ? ആധാർ കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് വീട്ടുകാരെല്ലാരും കൊന്ന് അനക്കൊരു ഒരു പ്ലാൻ ഉണ്ട്, വലിയ പ്ലാൻ. അത് ഞാൻ പറഞ്ഞ അതൊരു കൊളാവും. അത് ഞാൻ പറയൂല. ഇയാള് എന്തോ ഉദ്ദേശിച്ച് വന്നിരിക്ക. മനസ്സിലായാ? നിങ്ങ വായി വത്ത് നിങ്ങ എന്തോ പ്ലാൻ ഇട്ടിട്ട് വന്നിനെ. മനസ്സിലായാ? മാണ്ടാത്ത പണി എടുത്താല് ആറാമ്പറപ്പ് കാണിച്ചാ മുച്ചിരിയെ തച്ചാൻ കൊല്ലുവനെ. ബോധണ്ടായിക്കോ? എന്താ പറഞ്ഞ? ആറാമ്പറപ്പ് കാണിച്ചാലേ ബോധണ്ടാക്കിക്കോ. ഇപ്പൊ ഞാനൊരു ഗ്യാങ്സ്റ്ററാ. മനസ്സിലായാ? വെടിവെക്കാനല്ല നിങ്ങ തൊണ്ടനാ. അന്റെ ഗാങ്സ്റ്റർസൊക്കെ പുറത്തണിച്ചാ മതി. വാപ്പാന്റെ നെഞ്ചത്തേക്ക് വേണ്ട. കൈ പൊക്കിന്നങ്ങാണ് പറഞ്ഞ മുച്ചിരി. നീ എന്താ പറയുന്നേ? അല്ല ഇനി ഏതാ ഒരു എന്തും DNA ടെസ്റ്റ് ആക്കാൻ വരുന്ന ഇല്ല. അത് നീ വിചാരിക്കും.
ഹോസ്പിറ്റലിൽ പോവാ നീല പാറ DNA ടെസ്റ്റ് ആക്കാൻ പോവാലോ ബാബാ വേമ്പാ ബാബാ DNA ടെസ്റ്റ് ആക്കാൻ പോവാലോ വെയിറ്റാക്കാം ഞാൻ എന്റെ ട്രക്കിൽ വരാം ഇത് ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതെന്തായത് സിറ്റിയിൽ എല്ലാരും എന്റെ തന്തയാവും വന്നാ ഇതെന്തായത് കൊള്ളാലേ പരിപാടി എല്ലാരും സിറ്റിയിൽ എന്റെ തന്തേ എന്തിത് ഏയ് സൗത്തേ എന്താ സൗത്തെ കാണാനില്ലല്ലോ ഇനിയിപ്പോ ഒരു തവണ അല്ലേ വീണ്ടും കൊന്നാൽ പ്രശ്നം തീരൂലേ അങ്ങനെ കൊല്ലാൻ പറ്റില്ല ഇങ്ങെന്താ പറയുന്നേ അങ്ങനെ ഒരു പിന്നെയും കൊന്നാല് പിന്നെ അയാൾ ജനിച്ചു വരൂലേ ഇത് സിറ്റി അല്ലേ ഒരു ഐഡിയ ഉണ്ടാക്കിയാലോ അയാളെ സാധനം എല്ലാം എടുത്തിട്ട് എല്ലാ സാധനം എടുക്കാം എന്നിട്ട് തിരിച്ചു കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലേടെ പീടിയൊക്കെ മാറി ഹോസ്പിറ്റലേടെ ഹോസ്പിറ്റൽ അന്നത്തെ വേറെ വരട്ടാ എല്ലാ സാധനം മേടിച്ചിട്ട് ഒരാളിൽ കൊടുക്കാം എന്നിട്ട് അയാളങ്ങ് കൊന്നിട്ട് കത്തിക്കാം കൊന്ന് കത്തിച്ചിട്ട് എന്തെങ്കിലും വേറെ ആൾക്കാർ പോയി ഇപ്പോൾ ഒരു ബഫർ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് നിങ്ങൾ സാധനമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം തീർന്നില്ലേ ആള് മറന്നില്ലേ എല്ലാം മറന്നില്ലേ ഞാൻ രക്ഷപ്പെട്ടില്ലേ ഇങ്ങനെ ശല്യം ഒഴിവായില്ലേ എന്ത് പറയുന്നു നല്ലൊരു ഐഡിയ അല്ലേ സൂപ്പർ ആരെങ്കിലും ഊമ്പിച്ചാ പോരെ നീലൻ ഇപ്പോഴല്ലല്ലോ സമയം ഇഷ്ടം പോലെ കിടക്കുമല്ലേ മനസ്സിലായ സമയം ഇഷ്ടം പോലെ കിടക്കുമല്ലേ എന്ത് ചെയ്യും എടാ നിങ്ങ വന്നറാ പറയ സാറേ പറയ എന്ത് ഞാൻ സാറേ ഗ്രീൻ സിഗ്നൽ കാരണം ഞാൻ കേറ്റി നിങ്ങളാണ് സ്റ്റോപ്പ് ആക്കണ്ടേ റെഡ് സിഗ്നൽ റോട്ടില് നിങ്ങൾ ഏടത്തെ പോലീസാ നിങ്ങൾ എന്ത് റൂൾസ് പഠിച്ചിട്ടില്ലേ സാറേ അല്ല വണ്ടി ഇറങ്ങിട്ട് പോയാൽ മതി വണ്ടി ഇറങ്ങും ബാബാ കാര്യം പറയട്ടെ നിങ്ങൾ ഇറങ്ങി സംസാരിക്ക ഇറങ്ങി സംസാരിക്കല്ലോ ഇറങ്ങി വണ്ടി ഇറങ്ങി റൂൾസ് അറിയാത്ത പോലീസ് ഇത് കൊള്ളാലോ ഇറങ്ങി വണ്ടി ഇറങ്ങി ബാബാ എന്റെ ഒക്കെ പ്രശ്നായി ഇങ്ങോട്ട് വാ ഇപ്പൊ റെഡ് സിഗ്നല്ല ഞാൻ റീഡ് ഗ്രീന് കാണുമ്പോ ഞാൻ അങ്ങ് കേറ്റി ഇങ്ങോട്ട് വാ പോലീസേ സാർ ഇങ്ങോട്ട് വാ സാറേ ഏയ് സാർ എന്ത് വെയിറ്റ് ആക്കുന്നു വെയിറ്റ് ചെയ്യാൻ നിങ്ങാരി നമുക്ക് നമ്മളെ സമയം നഷ്ടപ്പെടുന്നില്ലേ ബാബാ എന്താ എന്ത് നിന്നിട്ട് പോയാ മതി നീ എന്ത് ചെയ്യൂല്ലെങ്കിൽ എടാ നീ ഇങ്ങോട്ട് വന്നറാ കോണടിക്കല്ലേ സാറേ മര്യാദ സംസാരിച്ചാ മതി മനസ്സിലായോ ഓക്കെ ഇങ്ങോട്ട് വാ സാറേ നിങ്ങളെ തെറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഫസ്റ്റ് മനസ്സിലായാ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും നിങ്ങളെ തെറ്റ് നിങ്ങൾ പോലീസ് വിളിച്ചോ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണ്ടേ സംസാരിക്കാൻ പിന്നെന്താ നിങ്ങളൊറ്റ അപ്പൊ ഡ്രൈവറിന് അറിയില്ല ഈ ഒരു സാറ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആ സാറ് പഠിച്ചിട്ടില്ല അപ്പം ആ സാർ എന്താ കൊറോണ സമയത്ത് എഴുതിട്ട് വന്നത് എക്സാം അങ്ങനെയെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വാ
കോണടിക്കുന്നറാ പോലീസ് പോലീസ് വാ വാ ഇറങ്ങ് സാറേ, സാറിന് എന്ത് മങ്ങലുണ്ട വണ്ടീൻ്റെ ഉള്ളിൽ, ഇറങ്ങ് വാ. ആ അതാണ് മര്യാദ. വാ വാ സാറ്. വന്നല്ലേ എല്ലാരും. ഇവങ്ങോട്ടാ ഒരു സാർ എന്റെ കൂടെ വാ. ഒരു സാർ ഞാനില്ലറാ. അയ്യോ ഈ പോലീസ് സ്പീഡിൽ വരുന്നേ. ഞാൻ ഈലക്കൂടെ ആയിട്ട് കയറ്റി റോങ് സൈഡല്ല എന്നിട്ട് ഞാൻ ഈ ഈലക്കൂടെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ ഇയാള് എന്റെ സിഗ്നൽ ആടെ ഗ്രീനാ, ഇയാളെ സിഗ്നൽ ആടെ റെഡാ ഈ പോലീസിന്റെ. ആയിട്ട് ആരാ നിർത്തേണ്ട വണ്ടി റോട്ടില്? ഓറല്ലേ പോലീസല്ലേ? അതെ അതെ സാർ. മുച്ചിരി മുതുക്കി വെച്ചിട്ട് മറ്റേ പമ്പിന്റെ അവിടെ വെച്ചിട്ട് ആ സിഗ്നലൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് എന്തിനാ പോയതപ്പോ? എപ്പോ മുതുക്ക? ഒരു ഞാൻ മുതുക്കിലല്ലേ വന്നേ, ഞാൻ ടീരിയം വൈറ്റാന്നല്ലേ വന്നേ. സാറേ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പോലീസുകാരനെ എടാ പോടാന്നൊക്കെയാണ് സാറേ വിളിക്കുന്നത്. സാറ് ഡാ പോടല്ലേ സാറേ, ഇങ്ങോട്ട് ഡാന്ന് വിളിച്ചാ അങ്ങോട്ട് ഡാന്നല്ലേ സാറേ വിളിക്കണ്ടേ? സാറേ ഇങ്ങോട്ട് വിളിച്ചു സാറേ ഡാ നിർത്തറ വണ്ടി നിർത്തറാന്നാ എന്നോട് പറഞ്ഞേ. സാറേ ഇങ്ങോട്ട് ഡാന്ന് വിളിച്ച വണ്ടി നിർത്തറാ, വണ്ടി നിർത്തറാ. സാറേ ഒത്ത് കളിക്കല്ലേ, അതെ അതെ കാര്യല്ലേ പറയുന്ന മുച്ചിരി. ഞാനും കാര്യമില്ല സാറ് പറയുന്നേ. ആ കാര്യം വിളിച്ചിട്ടില്ല മറ്റേ. ഓ എന്റെ പൊന്നടാ സാറേ ആദ്യം കാര്യം സംസാരിക്കും, എന്താ സംഭവം സംസാരിക്കും. ആ കാര്യം സംസാരിക്കും. സാറേ ഞാൻ പറയട്ടെ സാറേ, ഞാൻ കറക്റ്റ് റോഡ് വരെയായിരുന്നു. അപ്പത്തേക്ക് ഈ വെള്ള ഡ്രസ് ഇട്ട സാറ് ആ സൈഡിൽ നിന്ന് ഇടിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ പറ്റില്ല, തെറ്റാണ്, റോങ് സൈഡ് എന്ന് പറഞ്ഞു. റോങ് സൈഡ് എന്ന് ഞാൻ പറഞ്ഞു. എടാന്നൊക്കെ വിളിച്ചിട്ട് റോഡ് ഞാൻ തിരിച്ചപ്പോഴും ഈ സാറ് എടാന്ന് വിളിച്ചതിന് ശേഷം മാത്രം ഞാൻ തിരിച്ച് പറഞ്ഞോളൂ ചെറുതായിട്ട്. ഞാൻ വിളിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വിളിച്ചു. ഈ സാറ് വിളിച്ചതിന് ശേഷം മാത്രം ഞാൻ വിളിച്ചു. സാറേ ഇനി ഞാൻ പറയട്ടെ, എന്ത് സാറിന് സാറ് പിള്ളേർ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂ, ഞാൻ പറഞ്ഞ കേൾക്കൂലേ? കൊള്ളാലേ കാര്യം. ആ സാറേ ഇത് ഈ സൈഡ് ആടെ റെഡ് സിഗ്നലാന്ന്, അല്ല എന്റെ സൈഡ് ഗ്രീൻ, ഓറ സൈഡ് റെഡാ. അപ്പോ ഓറാടെ നിർത്തണ്ടേ വണ്ടി? സാറ് ഈ സാറുമാറ് നിർത്തണ്ടേ? സാറേ സാറിന് സംസാരിക്കാൻ പറ്റില്ല, ഇനി ഞാൻ സംസാരിക്കട്ടെ. അപ്പം ഞാൻ ഈലക്കൂടെ വരിക. അപ്പൊ ഈ സാറ് ഈലക്കൂടെ സ്പീഡ് വരിക. അപ്പൊ ഞാൻ ഈലക്കൂടെ വരുമ്പോ എന്റെ ഈല് തട്ടിയിട്ടില്ല. ഒന്നാമത് അത് വേറെ കാര്യ, എന്റെ ഈല് തട്ടിയില്ല. ഈ സാർ ഞാൻ വരുമ്പോ ഇത് പറന്നു പോന്നു ഈ സാറ്. അപ്പൊ ഞാൻ ഒന്ന് ബാക്കി നോക്കിയപ്പോ എന്റെ ഗ്രീനാ, ഈടെ റെഡാ. അപ്പൊ ആരെ വക തെറ്റി? ആ പറയ്. എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഞാൻ ഈലക്കൂടെ ഈ വണ്ടി ഈ സൈഡ്. ആ വണ്ടി ഇടിച്ച ഇവിടെ വെച്ചാ കൂടെ അല്ലേ വന്നേ? എന്താ എന്താ വണ്ടി ഇടിച്ച സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? എനിക്ക് കുറച്ച് വെരിഫിക്കേഷൻ ഉണ്ട്. വണ്ടി ഇടിച്ച് കയറി പറയുമ്പോ ഇല്ലാന്നോ? നേരെ വന്നടിക്കാതെ, നേരെ സ്ട്രൈറ്റ്. സാറേ ഞാൻ എന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുമ്പം ഇയാള് പോയിട്ട് ഇങ്ങനെ പറക്കുന്നു. പിന്നെ ഞാൻ ചെയ്യാനെ? ഇത് കൊള്ളാലേ കളി. ചില്ലറക്കായപ്പല്ലാട്ടോ പോലീസിന്. ഇങ്ങോട്ട് വന്നാ പിന്നെ നമ്മള് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ താളം പോലീസിന് ചില്ലറക്കായപ്പല്ലാട്ടോ ഈ പോലീസുമാർക്ക്. ഈ വെള്ള ഡ്രസ് ഇട്ട സാറ് നേരെ വന്ന് ഇടിക്കുക ചെയ്തു തന്നെ. സാറേ ഞാൻ നിങ്ങളെ സൈഡിലോട്ടാ ഇരിക്കുന്നത്, ഞാൻ എന്റെ പേരിൽ കൂടെ അല്ലേ വരുന്നത്. ഇതുവഴിയാണോ വന്നത് അതോ ആ വഴി നേരെ ഇങ്ങോട്ട് വന്നോ? ആ പറയ് കേട്ടാ സാറേ കേട്ടാ? അതെ ഗമ്മാലേ, ഞാൻ പറഞ്ഞല്ലേ സാറേ എന്റെ ഭാഗത്ത് തെറ്റില്ല പറയുമ്പോ എന്തിനാ പിന്നെ ഇതാക്കുന്നേ? ഞാൻ എന്റെ ബൈക്കൂടെ വരുന്നു, ആളെ ബൈക്കൂടെ വരുന്നു. സോറി പറഞ്ഞ ആൾക്ക് മതിയാവൂല. നിർത്തറാന്നാ പറയുന്നത് എന്നോട് വണ്ടി.
ഫസ്റ്റ് സാറിന് വിളിച്ചു സാറേ, ഫസ്റ്റ് സാറിന് വിളിച്ചു. സാർ നിർത്ത് സാർ. എടാ ആ വണ്ടി എടുത്തവനെ കഫ് ചെയ്തേ. വണ്ടി എടുത്തോ കഫി. ആരി ആ ചില്ലറ പ്രശ്നമൊന്നല്ലേ സത്യോ. അതല്ലേ എന്തല്ലേ? ആ ഓക്കെ നമുക്കിപ്പോ അതൊരു കോംപ്രമൈസിൽ ഇവിടെ തീർക്കാം. കോംപ്രമൈസ്. സാർ എന്നോട് സോറി പറയണം. സാർ എന്നോട് സോറി പറയണം. സാറേ എന്നോട് ഫസ്റ്റ് ഞാൻ വെയിറ്റ് ആക്കി സാറേ, വെയിറ്റ് ആക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സോറി ഞാൻ സോറി പറയൂല. നിങ്ങൾ തണ്ടെന്ന് നമ്മ DNS ടെസ്റ്റ് ആക്കാനാ വന്നത്. വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി സാർ. ഒരു കാര്യം ചെയ്യും, മുച്ചറിക്ക് പരാതി ഉണ്ടെങ്കിൽ മുച്ചറി ഞാൻ കേസെടുക്കാം. വെയിറ്റ് ആക്കി. ഞാൻ ഒരു കാര്യം പറയുന്ന സാറേ, ഞാൻ ഇതിൽ കൂടെ വന്നിട്ട് ട്രക്ക് വന്നിട്ട് നിർത്തിയപ്പോ അത് ക്ലിയർ ആണ്. അല്ല ഞാൻ പറയട്ടെ ആദ്യം സാറ് വിളിച്ചു, പിന്നെ ഡാന്ന് വിളിച്ചയാള്. അപ്പൊ എന്നോട് സോറി പറയണം. എനിക്കറിയില്ല. അല്ല സോറി എന്തിനാ? പിന്നെ എന്നോട് ഡാന്ന് വിളിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ മുച്ചിരി സാറേ ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ എല്ലാരും കൂടി തന്നെ തെറ്റ് ചെയ്തില്ലേ? അതായത് നമ്മുടെ PD ആളുടെ സംസാരിച്ച ആള് പറഞ്ഞ ആള് ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് മറ്റേ നിങ്ങളുടെ ഭാഗത്തും PDയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോ മിസ്റ്റേക്ക് ഇല്ല. ആള് നിർത്താൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞോണ്ടാണ് തിരിച്ചു പറഞ്ഞത്. എടാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞോണ്ട് എന്താ ഓക്കെ. നിങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സാറ്. ഞാനാണ് ആദ്യം പറഞ്ഞതല്ല. ഞാൻ നേരെ പോകുമ്പോ നിർത്ത് സാറേ ആദ്യം ഇയാള് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഡാന്ന് അല്ല നിർത്തിടാന്നാ പറഞ്ഞ സാറ്. ഈ സാറ് നിർത്തിടാന്നാ പറഞ്ഞു. ഞാൻ നിങ്ങളോട് നിർത്താൻ പറഞ്ഞാ? പിന്നെ നിർത്തിടാന്ന് പറഞ്ഞു സാർ. ഞാൻ അങ്ങോട്ട് വന്ന് നിർത്തുന്നു. ഫസ്റ്റ് നിങ്ങ ഇങ്ങോട്ട് വന്നിട്ട് നിർത്താൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ എന്നാ നിർത്തുന്ന്. അതെ മറ്റേ നിർത്തറാൻ എന്തിനാണ് പറഞ്ഞതാണ് സാറേ. ഇങ്ങോട്ട് ഡാന്ന് വിളിച്ച അങ്ങോട്ട് ഡാ. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണല്ലേ ഈ ലോകത്തുള്ള ഇത്. ഇങ്ങോട്ട് ഡാന്ന് വിളിച്ചാൽ അത് എങ്ങനെയാലും അങ്ങോട്ട് ഡാന്ന് തന്നെ വിളിക്കും സാറേ. അത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സാറേ ആദ്യം റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചു. എന്നാ ഓക്കെ സാർ, വിട്. പിന്നെ ഞാൻ കഴിഞ്ഞില്ല ഈ പോലീസ് ആയിട്ടുള്ള പള്ളി കേസ്. പോവാല. ഇയാള് നിങ്ങളെ DNA ടെസ്റ്റ് ആയിട്ട് എന്നെ മോനെ വിളിച്ചാ മതിയേ.